ഹായ് ഗൈസ്, ദിസ് ഇസ് മീ ജോൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗൗരവമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇത് റെക്കമെൻഡഡ് വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് എങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നതിനെ തുടർന്ന് ഈ ഒരു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ 15 വയസ്സിന് താഴെയുള്ള എത്രയോ കുട്ടികളാണ് മരണപ്പെട്ടത്, അല്ലെ? അത് മാത്രമല്ല, നമ്മളൊരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ സൂയിസൈഡ് എന്നൊരു ഇതിൽ തന്നെ എത്ര എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോയിരിക്കുന്നത്. ഇതിനൊക്കെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മൈന്യൂട്ടുള്ള കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. പക്ഷെ ആ കുഞ്ഞു കാര്യങ്ങളെ പോലും ഫേസ് ചെയ്യാൻ ഇപ്പോഴത്തെ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾക്ക് സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. കോവിഡ് കഴിഞ്ഞതിന് തുടർന്നുള്ള വർഷങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ അനവധിയായിട്ട് നമ്മൾ കേട്ടു തുടങ്ങുകയാണ്. കാരണം പഴയ പോലുള്ള മൈൻഡ് സെറ്റുകളൊന്നും ആർക്കും ഇല്ല. എല്ലാവരും വീട്ടിനകത്തിലെ ഫോണില് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. പണ്ടത്തെ പിള്ളേർക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസും കുറച്ചുകൂടി ഒരു മനക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ല. അതാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പേരൻസിനോടാണ് ശരിക്കും പറയാനുള്ളത് കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ തൊട്ട് അവന് ഓരോ കാര്യങ്ങളിലേക്ക് അയച്ചു തുടങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ വിട്ടു തുടങ്ങണം. എന്നാലേ അവർക്ക് അവിടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യത്തുള്ളൂ. ഇനിയിപ്പോ പോയതിനൊന്നും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഇനിയിപ്പം മുന്നോട്ടുള്ള യാത്രയില് വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയെങ്കിലും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ജീവനുകൾ പോയി. അതിനു മുമ്പായിട്ട് ഒരു പ്രിക്കോഷൻസ് എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഒരു കാര്യം വേണ്ട എന്ന് പറയുന്നത് അത് എന്താ പറയാ, അവർക്ക് നമ്മളോട് സ്നേഹത്തോടെ ഉള്ള ഒരു വേണ്ട ആയിരിക്കണം നമ്മൾ പറയാൻ. അല്ലാതെ എന്താ പറയാ, അർത്ഥം മുറിച്ച് പറയുന്ന പോലെ പറയരുത്. ഇപ്പോഴത്തെ പിള്ളേരെ നമ്മളാണെങ്കിൽ ടേക്ക് കെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ശാസിക്കുകയും ശിക്ഷിക്കുകയും വേണം. എന്നാലേ അവർക്കാണെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യാൻ ഉള്ള ഒരു കഴിവ് കിട്ടത്തുള്ളൂ. നമ്മൾ കെയർ ടേക്കർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ബസ് കയറി പോകാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും ഒന്നും അറിയാത്ത രീതിയിലുള്ള സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഗൗരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാണ്. കാരണം എന്താ പറയാ, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഇതുപോലെ പെട്ടെന്നൊരു എന്താ പറയാ എടുത്തുചാട്ടം കാണിച്ചു. അന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളായിരുന്നുള്ളൂ. അതും ജസ്റ്റ് ബ്രേക്കപ്പ് എന്നുള്ളൊരു റീസൺ. അവിട്ടം വരെ ആ ഒരു കുഞ്ഞു കാര്യത്തിന് പോലും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എത്രമാത്രം എന്താ പറയുക കാര്യങ്ങളെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത വിധം ആയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ട് ചോയ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇനിയും ഉള്ള പഠിത്തത്തില് ഒരു പ്രോബ്ലം സോൾവ് എന്ന പേപ്പറും കൂടി കയറ്റണം എന്നതാണ്. കാരണം കുഞ്ഞിലെ തൊട്ട് പിള്ളേർക്ക് ഓരോ പ്രോബ്ലം കേസ് സ്റ്റഡി പോലെ കുഞ്ഞു പ്രായത്തിൽ തൊട്ട് കൊടുത്തു തുടങ്ങുമ്പോഴാണ് ശരിക്കും അവർ വളർന്നു വരുന്ന സമയത്ത് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി, പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കുകയും പ്രശ്നങ്ങൾ വരുമ്പം പതറിപ്പോവാതെ മുന്നോട്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ചെറിയ പ്രായം തൊട്ട് ഒരു പുസ്തകം, അതായത് ഒരു പീരീഡ് എന്ന നിലയിൽ തന്നെ പ്രോബ്ലം സോൾവ് എന്ന പേപ്പർ എടുക്കണം എന്നതാണ് എൻ്റെ ഒരു നിലപാട്. ഇനി വരുന്ന ആൾക്കാർക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആവും. ഇപ്പൊ ഇതൊക്കെ കേട്ടറിഞ്ഞ് വരുന്നവരാണ് അല്ലെ, അതായത് പത്രത്തിലൂടെയും അങ്ങനെയാണ് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ അറിയുന്നത്. പക്ഷേ ഈ ലിസ്റ്റിലൊന്നും പെടാത്ത ഒരുപാട് അനേകം ആൾക്കാരുണ്ട്. അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റാതെ ജീവിതത്തെ സ്റ്റക്കായി നിൽക്കുന്നവര്. അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇനിയും മുന്നോട്ട് വരുന്ന അധ്യയന വർഷങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് എന്ന പേപ്പർ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് വളരെയധികം പ്രയോജനകരമാകും എന്നതാണ് എൻ്റെ നിലപാട്.
അപ്പം എന്താ പറയാ, നമ്മൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിന് കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ പതറിപ്പോവാതെ അതെങ്ങനെ ഫേസ് ചെയ്യണം എന്ന് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.